വാഴക്കൂമ്പ് കേരളത്തിലെ ഓരോ ജില്ലകളിലും ഓരോ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടൻ സാധനമാണിത്. നാട്ടിൽ സാധാരണയായി എല്ലായ്പ്പോഴും കിട്ടുന്ന ഒന്നാണ്. പക്ഷേ പ്രവാസിയായി വേറൊരു നാട്ടിൽ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളോട് ഒരു വല്ലാത്ത കൊതി തന്നെ തോന്നും. മലയാളിക്കടയിൽ വല്ലപ്പോഴുമാണ് ഈ വാഴക്കൂമ്പ് വരാറുള്ളത്. വന്നാൽ തന്നെ അത് വാടി ഉണങ്ങിയിട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നോക്കി ഇരുന്നിട്ടാണ് ഒരു കൂമ്പ് വാങ്ങിച്ചത്. ഈ വാഴക്കൂമ്പിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടല്ലോ. ഡയബറ്റീസ്, വെയിറ്റ് ലോസ്, പിന്നെ ഈ ഡൈജഷൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് കേട്ടുകേൾവി. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴക്കൂമ്പേ. എൻ്റെ വീട്ടിൽ ഒരുപാട് വാഴയുണ്ടായിരുന്നു, ഞാനുൾപ്പെടെ. അമ്മയ്ക്ക് കൃഷി ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ട് അയ്യ നിറച്ച് ഇഞ്ചി, ചീര, മഞ്ഞൾ, അങ്ങനെ വാഴ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വാഴ പൂക്കുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കുന്ന വാഴക്കൂമ്പ് തോരൻ, എൻ്റെ മോളെ, അത് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. ഈ വാഴക്കൂമ്പിന് ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ്. പത്തനംതിട്ടയിൽ ഇതിന് വാഴക്കൂമ്പ് തന്നെയാണ് പറയാറുള്ളത്. ചില സ്ഥലങ്ങളിൽ വാഴച്ചുണ്ട്, കുടപ്പൻ എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ വാഴക്കൂമ്പ് തോരൻ കഴിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വല്ലാത്ത രുചി തോന്നി.